നിങ്ങൾ ഇതിനിടയ്ക്ക് മറ്റേ ആ സമാധി വല്ലാണ്ട് എടുത്തിട്ട് അങ്ങോട്ട് നിങ്ങൾ ആഘോഷിച്ചു. ഞാനാണെങ്കിൽ എന്താ പറയണ്ടേ, എടാ എന്റെ അച്ഛന്റെ സമാധി തൊട്ടുപോയിട്ട് എന്നെ കൊന്നിട്ടേ നിനക്കത് നിങ്ങളിത് തൊടുള്ളൂ. ഇത് ഞാൻ എങ്ങനെ പറഞ്ഞെങ്കിൽ പോലീസ് എന്ത് ചെയ്യും, അന്നേരം തൂക്കിയെടുത്ത് പുള്ളിയിടും. പുള്ളി പറഞ്ഞു, എന്നെ മൃത്യു ചെയ്തിട്ടേ എന്റെ പിതാവിന്റെ സമാധിയിൽ സ്പർശിക്കാനാവും. അത് പറഞ്ഞത് ഒന്ന് പകച്ചു പോലീസ്, എന്തോ കൂടിയായിട്ടാണ്. അത് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് മൃത്യു ചെയ്യുക എന്നതെന്തോ പ്രശ്നമുണ്ടോ എന്നൊരു സംശയം. അവിടെ അടുത്ത വാക്ക്. അപ്പൊ മൃത്യുവിന്റെ പര്യായം ആലോചിച്ചു. ഞങ്ങൾ മലയാള ഭാഷമാർ പണ്ട് പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട്. ഹനിക്കുക, മൃത്വം, മരണം, ഹന. എന്നെ ഹനിച്ചിട്ടേ എന്റെ പിതാവിന്റെ സമാധിയിൽ സ്പർശിക്കൂ. പോലീസ് തിരിച്ചുപോയി. എന്നിട്ട് അവസാനം കോടതി എന്നൊക്കെ ആലോചിച്ച് പിന്നെ നമുക്ക് വേണ്ട പോലെ ചെയ്യാം. ഇപ്പൊ ഞാനത് എന്റെ സ്കൂളില് നമ്മളോട് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് രക്ഷകർത്താക്കൾ വരും. നമ്മൾ എന്തെങ്കിലും പിള്ളേരെ ഇതാക്കി പ്രശ്നമാക്കി. അപ്പോഴേ ഞാൻ രക്ഷകർത്താക്കളോട് പറയും, ഭവാൻ ഇരുന്നാൽ ചേട്ടാ ഇരിക്കേട്ടാ നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞാൽ പ്രശ്നമായി. ഞാനിങ്ങനെ ഇത് ഭവാൻ ഇരുന്നാൽ അങ്ങയുടെ പുത്രന്റെ ചില വിക്രിയകൾ സ്കൂളിന്റെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എനിക്ക് അത്രയും അറിയത്തുള്ളൂ. അതല്ലാതെ അപ്പൊ ഇങ്ങനെ നമുക്ക് ഭാഷയെ ഉപയോഗിച്ചുകൊണ്ട് ഏത് രീതിയിലും ഈ സമൂഹത്തെ പറ്റിക്കാം.